നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത്? വാട്ട് ബ്ലെസ്സിങ്സ് ഓർ മിറാക്കിൾസ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യു? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പരസ്പരമുള്ള ഫീലിങ്സ് മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു മാരീഡ് ലൈഫാണ്. ഒരു ഹാപ്പി ഫാമിലി അവർ സ്വപ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത്. ആ ഒരു മിറാക്കിൾ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസും നമുക്ക് കാണുന്നുണ്ട്. റെയിൻബോ സയൻസ് ആയിരിക്കാം. നമ്പർ 4 ഈ റിലേഷൻഷിപ്പുമായിട്ട് ഒരുപാട് കണക്ഷൻ തോന്നുന്ന ഒരു സമയമാണിപ്പോൾ. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ടോട്ടൽ ചേഞ്ച് ആണ്. ഈ വ്യക്തി ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും ലവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ്. യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇംബാലൻസ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു ബാലൻസിങ്ങിൽ വരുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയും ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇതിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി. ഓക്കെ, ദെൻ യെസ്, ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കാം. നിങ്ങളിൽ പലരും സെപ്പറേഷനിലായിരിക്കാം. കുറച്ച് ഡേയ്സ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പിണക്കത്തിലായിരിക്കാം. പക്ഷേ എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ തിരികെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സെയിം സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നിങ്ങൾ പിണങ്ങിയാലും സ്ട്രഗിൾ ചെയ്താലും സെപ്പറേറ്റഡ് ആയാലും ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, വളരെ ആഴമേറിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ഒരിക്കലും വിട്ടു മാറിപ്പോകാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു അവയർനെസ് ആണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. യെസ്, ഡോർ ടു വാല്യൂ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡോർ ഓപ്പൺ ആവുകയാണ്. മേ ബി ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ആ ഒരു മൊമെന്റ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, വളരെ വളരെ പോസിറ്റീവ് എനർജീസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മൊമെന്റ് ആണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത്. അത്രയും മിറാക്കുലസ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നത്. ഓക്കെ, മേ ബി ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളെ നേരിട്ട് കാണുമെന്നുണ്ടായിരിക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത്. ഓക്കെ, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു സമയത്ത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു കാർഡ്സും നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാം നമുക്കിവിടെ പോസിറ്റീവാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ജനറൽ റീഡിംഗ് ആണ് എങ്കിൽ പോലും ഒത്തിരി പേർക്കും ഇത് കണക്റ്റഡ് ആവും എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് നിങ്ങളെ പൂർണ്ണമായും വിട്ടുമാറാനോ അവഗണിക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. അവർക്ക് ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. ഓക്കെ,
ഡെഫിനിറ്റ്ലി ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടൈമിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു കാര്യങ്ങളെ ഓർത്തും നിങ്ങൾ ഓവറായിട്ട് വറീഡ് ആവരുത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം മാറിപ്പോകുന്ന ഒരു ഡിവൈൻ ടൈമാണ് ഇതെന്ന് മനസ്സിലാക്കുക. റീച്ചിങ് ഔട്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഓക്കെ, മേ ബി നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ റീസൺ തന്നെ എന്തെങ്കിലും കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, കരിയർ ഇഷ്യൂസ് ആയിരിക്കാം, മേ ബി പാരൻസ് ആയിരിക്കാം. അപ്പോൾ ഇത്തരം റീസൺസ് എല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു. മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരുപാട് പേർക്കും ആ ഒരു പോസിബിലിറ്റി ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. ഒരു കാര്യങ്ങളും പാസ്റ്റിൽ നടന്ന ഒരു കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ വറീഡ് ആവരുത്. ഓക്കെ, ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിടയിൽ ഇത് സെപ്പറേഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു സെപ്പറേഷൻ ടൈം ഇവിടെ എൻഡ് ആവുകയാണ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു മിറാക്കുലസ് ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവരുടെ സങ്കടങ്ങൾ എപ്പോഴും അവർ ഉള്ളിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ. ഐ ഫീൽ ഹെൽപ്ലെസ്. ഓക്കെ, അവർ ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് അവരിപ്പോൾ ഒരുപാട് എന്താണ് ഗിൽറ്റ് ഫീൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രയധികം ഒരു സങ്കടം അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. ഓക്കെ, അവർ നിങ്ങളിലേക്ക് തിരികെ വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ആൻഡ് ഫൈനലി, ഓക്കെ, വൺ മോർ കാർഡ്. ഐ എം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അവരിപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവാം. അതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, ആൻഡ് ഐ എം ട്രൈങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ മേ ബി അതൊരു ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിരിക്കാം. അവർക്ക് അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ആ ഒരു സാഹചര്യത്തോട് അവർ എന്താണ് ഫൈറ്റ് ചെയ്യാനും അതിനെ ഒപ്പോസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളൊന്നും അവർ നിങ്ങളെ അറിയിക്കാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് അവർ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ.